+2 വിദ്യാർത്ഥികളുടെ +1 പരീക്ഷാ റിസൾട്ട് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആണ്. കാരണം നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ, അതായത് പല വിദ്യാർത്ഥികളും ഒരുപക്ഷെ 80-ൽ 75 മാർക്ക് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ 60 അല്ലെങ്കിൽ 64 മാർക്ക് കിട്ടിയുള്ളൂ. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും റീവാലുവേഷൻ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ മുമ്പിൽ റീവാലുവേഷൻ, അതേപോലെ തന്നെ സൂക്ഷ്മ പരിശോധന, അതേപോലെ തന്നെ ഫോട്ടോ കോപ്പി എന്നീ 3 ആനുകൂല്യങ്ങളാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഒരു വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം A+ പ്രതീക്ഷിച്ച് കിട്ടിയില്ല എങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥി നിർബന്ധമായിട്ടും നിങ്ങൾ റീവാലുവേഷൻ അപേക്ഷ കൊടുക്കുക. കാരണം റീവാലുവേഷൻ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പേയ്മെൻ്റ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുത്ത് നിങ്ങളുടെ മാർക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പേയ്മെൻറ്റ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കുക, ഈ വർഷം എല്ലാ വിഷയങ്ങൾക്കും വിദ്യാർത്ഥികൾക്ക് ഏത് വിഷയങ്ങൾ വേണമെങ്കിലും, അതായത് സാധാരണ ഫിസിക്സ്, കെമിസ്ട്രി, അതേപോലെ തന്നെ മാത്തമാറ്റിക്സ് റീവാലുവേഷൻ ഓപ്ഷൻ ലഭിക്കാറില്ല. എന്നാൽ ഫിസിക്സ്, കെമിസ്ട്രി, അതേപോലെ മാത്തമാറ്റിക്സ് ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളും വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷൻ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ റീവാലുവേഷൻ മീൻസ് ശ്രദ്ധിക്കുക, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പരീക്ഷ നിങ്ങൾ പ്രതീക്ഷ മാർക്ക് കിട്ടിയില്ലെങ്കിൽ റീവാലുവേഷൻ, അതേപോലെ തന്നെ സൂക്ഷ്മ പരിശോധന നിങ്ങൾ കൊടുക്കുകയാണെങ്കിലും സ്വാഭാവികമായിട്ട് നിങ്ങൾ സൂക്ഷ്മ പരിശോധന നിങ്ങൾ ഒരു പേപ്പറിന് 100 രൂപയാണ്. അത്തരത്തിൽ സൂക്ഷ്മ പരിശോധന കൊടുത്തു കഴിഞ്ഞാൽ അതിൽ മാറ്റം വരികയാണ്, നിങ്ങൾക്ക് അപ്ഡേറ്റ് ലഭിക്കും. കൂടാതെ നിങ്ങൾ എഴുതിയ പരീക്ഷയുടെ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഉത്തര കടലാസിൻ്റെ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കൂട്ടിയിട്ട് അതിലേക്ക് മിസ്റ്റേക്ക് ഉണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉറപ്പ് വരുത്തണമെങ്കിൽ വിദ്യാർത്ഥിക്ക് ഫോട്ടോ കോപ്പിക്ക് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിന് ശ്രദ്ധിക്കുക, 300 രൂപയാണ് ഒരു പേപ്പറിന്. അപ്പോൾ റീവാലുവേഷൻ ഒരു പേപ്പറിന് 500 രൂപ, അതേപോലെ തന്നെ സൂക്ഷ്മ പരിശോധന 100, അതേപോലെ തന്നെ ഫോട്ടോ കോപ്പി 300 രൂപയാണ്. അപ്പോൾ ഈ ഒരു ഫീസ് കൊടുക്കേണ്ടത് സ്വാഭാവികമായിട്ട് ഒരു വിദ്യാർത്ഥി റീവാലുവേഷൻ മാത്രം അപേക്ഷ കൊടുത്താൽ മതി. 3 കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു കാര്യത്തിന് മാത്രം കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പരമാവധി നിങ്ങൾ റീവാലുവേഷൻ സംശയമുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ കൊടുക്കുക. ഒരു സംശയമില്ലാത്ത സബ്ജക്റ്റിൽ വെറുതെ കൊടുത്ത് നിങ്ങൾ പൈസ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. 100% ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവകാശപ്പെടുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കേണ്ടത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പൽ സഹിതമാണ്. ശ്രദ്ധിക്കുക, നാളെയും മറ്റന്നാൾ, അതായത് 22-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി അല്ലെങ്കിൽ സ്കൂട്ടിന് അപേക്ഷ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടില്ല നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഉടൻ പബ്ലിഷും. മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത പണം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കും. അല്ലാത്തവർക്ക് അത് നഷ്ടപ്പെടും. അതുകൊണ്ട് ഉറപ്പുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടി കൃത്യമായിട്ട് ഉറപ്പെടുത്താണ്.